പത്മകുമാറിന്റെ കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശബരിമലയിലെ യോഗദണ്ഡുമായി ബന്ധപ്പെട്ട സ്വർണം കെട്ടിച്ചതും പ്രത്യേക സംഘം അന്വേഷിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പത്മകുമാറിന്റെ മകനാണ് സ്വർണം കെട്ടിയത്. പത്മകുമാറിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമാണ് ഇത് നടത്തിയതെന്നാണ് SIT ടീമിന്റെ കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി അദ്ദേഹം ഈ കുടുംബത്തിനായി ഉപയോഗിച്ചു എന്നും അദ്ദേഹത്തിന് ഈ SIT ടീമിന്റെ കണ്ടെത്തലുണ്ട്. ദേവസ്വം വിജിലൻസ് ഈ സംഭവം കൂടി അന്വേഷിക്കുന്നുണ്ട്. ദേവസ്വം വിജിലൻസിന്റെ SP എടുത്ത ഒരു ടേക്ക് അത് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമായി എന്നുള്ളതാണ് SIT ടീം പറയുന്നത്. കാരണം ഈ യോഗദണ്ഡ് ഇത്തരത്തിൽ സ്വർണം പൂശുന്നതിന് ഒരു പ്രത്യേക താല്പര്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ താല്പര്യമാണ് പിന്നീട് ബോർഡ് യോഗത്തിലേക്ക് കൊണ്ടുവരികയും അവിടെ വേഗത്തിലുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇത് സ്വർണം പൂശുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. നേരത്തെ ദേവസ്വം വിജിലൻസ് ഈ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു, ചില ദേവസ്വം ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് ഇത്തരത്തിൽ ദേവസ്വം ബോർഡ് മെമ്പർമാർ അനധികൃതമായ ഇടപാടുകൾ അവിടെ നടത്തിയിട്ടുണ്ട്. അത് ഈ പത്മകുമാറിനെ തന്നെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദേവസ്വം വിജിലൻസ് SP-യുമായി അല്പസമയം മുമ്പ് SIT ടീം അംഗങ്ങൾ സംസാരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് യോഗദണ്ഡ് സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക കേസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുന്നതിൽ മറ്റ് സാങ്കേതികപരമായ പ്രശ്നങ്ങളില്ല, നിയമപരമായി ഈ കേസ് നിലനിൽക്കും എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുള്ളത്. ഈ യോഗദണ്ഡ് സ്വർണം പൂശിയത് അത് യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് എന്നുകൂടി SIT കണ്ടെത്തിയിട്ടുണ്ട്. SK